ഹായ്, ബ്രൗണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വെറും ബ്രൗണി അല്ല, ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ ബ്രൗണി. ക്രിസ്മസിന്റെ മൂഡിലേക്കാണ് നമ്മൾ ഈ ഒരു സമയത്ത് എല്ലാവരും പോണത്. ക്രിസ്മസിന് എന്ത് ചെയ്യാം? ഇപ്പൊ ഈ ഒരു ക്രിസ്മസിന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് വീട്ടിൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാവുന്നതും എന്നാൽ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നതുമാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ബ്രൗണി. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേക്കിനൊക്കെ ആവുമ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബ്രൗണിക്കാണെങ്കിൽ നമുക്ക് അതൊന്നും വേണ്ട. അപ്പൊ നമുക്കതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പൊ നമ്മുടെ ബ്രൗണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്, 2 മുട്ട, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ, 1/3 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് പഞ്ചസാര. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡബിൾ ബോയിൽ ചെയ്തിട്ട്. അതിലേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ഇട്ടിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ബട്ടർ ആ ഒരു ചൂടിലെ തന്നെ അതൊന്ന് മെൽറ്റായി വരും. ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി. ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഈ ഒരു പ്രൊസീജിയർ മാത്രം നമുക്ക് കുട്ടികളാണ് ചെയ്യണമെങ്കിൽ വലിയവർക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു വലിയൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ മുട്ട ഇട്ടിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിന് ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ സ്പാറ്റിലോ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മതി. അതിലേക്ക് നമ്മുടെ ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ പൗഡർ ഒന്നും ആക്കണമെന്നില്ല, ഷുഗർ ഇട്ടിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മൈദയും കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായി അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ട് നേരിട്ടിട്ട് നമുക്ക് ഇടാം. ഒരു വട്ടം അരിച്ചാൽ മതി. അതിട്ടിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വാനില എസൻസ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്. നമ്മൾ മുട്ടയൊക്കെ ചേർക്കണം, കാരണം ഒരു മണം വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചേർക്കണതാണ്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ബാറ്ററിന് നല്ല പോലെ ഈ ഒരു തിക്നെസ് ആണ് ആവശ്യം. നല്ല പോലെ തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഒരു കേക്കിന്റെ മോൾഡ് എടുത്തിട്ട് അതിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ കൊണ്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമ്മുടെ ബാറ്റർ നമ്മൾ ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ് ടിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ റൗണ്ട് ഷേപ്പിൽ എടുത്താലും മതി. ഷേപ്പ് ചെയ്യുമ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലെ 150 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ആണ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതാ അവിടെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വേവ് ഒന്നും അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്കതൊന്ന് കുത്തി നോക്കാം. നമ്മുടെ ബ്രൗണി ഇത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിലെ ബട്ടർ പേപ്പറൊക്കെ ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. സ്റ്റിക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഒരു കൃത്യമായിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് ബ്രൗണി മുറിച്ചെടുക്കാം. ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മുറിച്ച് ഷേപ്പ് ആക്കാം. നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അതിനായിട്ട് ഞാനിവിടെ ബട്ടർ അല്ലെങ്കിൽ ഗീ, സ്പ്രിങ്കിൾസ്, നമ്മുടെ ഷുഗർ സ്പ്രിങ്കിൾസ്, വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ വെച്ചിട്ടാണ് അത് ജസ്റ്റ് ഒന്ന് വെക്കണത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ ഐസിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഐസിങ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം, ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഞാനിതൊരു സജഷൻ, ഒരു ഓപ്ഷൻ കാണിച്ച് തന്നേ ഉള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ ബട്ടർ ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രിങ്കിൾസ് വെച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ബ്രൗണി ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ക്രിസ്മസിന് ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇതൊന്ന് ഉണ്ടാക്കി വെക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. ഈസിയാണ്. അപ്പം ബൈ.